ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. 8 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കടവന്ത്രയിലെ ഫ്ളാറ്റിൽ കൊക്കൈൻ പാർട്ടി നടത്തിയെന്നായിരുന്നു കേസ്. 2015-ലാണ് സംഭവം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകാനുള്ളത്. കൊച്ചിയിൽ നിന്ന് സാലി, വളരെ വിവാദമായ വാർത്തകൾക്ക് അടിസ്ഥാനമായ സംഭവമാണ്. 2015-ൽ അത്രയേറെ ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു നടന്റെ ഈ കേസിൽ ഉൾപ്പെട്ട സംഗതി. എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി? വിവരങ്ങൾ. അതായത് 2015 ജനുവരി 30-നായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കൊച്ചി കടവന്ത്രയിലെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഈ നടൻ സജീവമായൊരു നടനായിരുന്നില്ല. അയാൾ സിനിമാ രംഗത്തേക്ക് തുടക്കക്കാരനായിരുന്നു. അയാളും 7 മോഡലുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഈ മയക്കുമരുന്ന് സഹിതം പിടികൂടി എന്നതായിരുന്നു കേസ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് ഇത് എന്നുള്ളതാണ്. അന്ന് ആയിരുന്നില്ല കൊക്കൈൻ പോലുള്ള ഈ ലഹരി വസ്തുക്കൾ. അങ്ങനെ കൊക്കൈൻ പിടികൂടി എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. മാത്രമല്ല ഒരു സിനിമാ താരം അതിൽ പങ്കാളികളായി എന്നുള്ളതും വലിയ വിവാദമായി. മാസങ്ങളോളം ഇത് ചർച്ച ചെയ്തു. വലിയ ചർച്ചകൾക്കും സിനിമാ മേഖലയിൽ തന്നെ അത് ചർച്ചകൾക്കും ചില മാറ്റങ്ങൾക്കും ഒക്കെ വഴിവെച്ച ഒരു കേസാണിത്. ആ കേസിലാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. അതായത് ഈ 8 പേരെയും ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പേരെയും കോടതി കുറ്റമുക്തരാക്കിയിരിക്കുകയാണ്. അതിന് ഈ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം തങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയിട്ടില്ല, പിടികൂടിയ വസ്തു കൊക്കൈൻ അല്ല എന്നുള്ളതൊക്കെയായിരുന്നു. കോടതിയും അത്തരം ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കോടതി വിധിയുടെ പകർപ്പിൻ്റെ പൂർണ്ണവിവരം പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയും ഈ കൊക്കൈനാണ് ഇത് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റവിമുക്തരാക്കിയെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത്. അതിൻ്റെ പൂർണ്ണവിവരം ലഭ്യമായാൽ മാത്രമേ എന്ത് അടിസ്ഥാനത്തിൽ ഇവരെ കുറ്റവിമുക്തരാക്കി എന്ന് പറയാൻ കഴിയും. ഏതായാലും 8 പേരാണ് ഈ കേസിൽ ഉണ്ടായിരുന്നതിൽ 7 പേരും കുറ്റവിചാരണ നേരിട്ടു. എല്ലാവരെയും കോടതി കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ആദ്യത്തെ കൊക്കൈൻ കേസ്, ഒരു ചലച്ചിത്ര താരം ഒരു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പ്രതിയാകുന്ന ആദ്യത്തെ കേസ്, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കേസിലാണ് ഇപ്പോൾ തീർപ്പ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇതിങ്ങനെ പല കാരണങ്ങളാൽ മുടങ്ങിയിരിക്കുകയായിരുന്നു ഇതിൻ്റെ വിചാരണയും കാര്യങ്ങളും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നൊരു ചോദ്യം സ്വാഭാവികമായി വരും. 10 കൊല്ലമായി, 10 കൊല്ലം പൂർത്തിയായി. ഇപ്പം ഒരാഴ്ചയോളം പിന്നിട്ടിരിക്കുമ്പോഴാണ് ഈ കേസിൽ വിധി വരുന്നത്. പക്ഷേ അതിന് കാരണം 2018-ലാണ് ഇതിൻ്റെ കുറ്റവിചാരണ ആരംഭിക്കുന്നത്. പല കാരണങ്ങളാൽ ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കുന്നതിനൊക്കെ കാലതാമസം നേരിട്ടതിനെ തുടർന്ന് വിചാരണ ഇങ്ങനെ നീണ്ടു പോയൊരു കേസാണ്. അതിലാണ് ഇപ്പോൾ വിചാരണ വിസ്താരം പൂർത്തിയാക്കി കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കേസ് സജീവമായ ചർച്ചയാകാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ആദ്യത്തെ കൊക്കൈൻ കേസ് എന്ന് മാത്രമല്ല, സമീപകാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ പോലും ഷൈൻ ടോം ചാക്കോ പ്രതിയായ ഈ കേസിൻ്റെ വിവരങ്ങൾ സജീവ ചർച്ചയായിരുന്നു. കാരണം മയക്കുമരുന്ന് ഉപയോഗവും ഒക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധനയിൽ വന്ന കാര്യമാണ്. അങ്ങനെ ആ ചർച്ചയിൽ പോലും ഈ പഴയ കേസ് വന്നു. പക്ഷേ ആ കേസ് ഇപ്പോൾ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അയാൾക്ക് നേരെ ഉയർന്നിരുന്ന വലിയൊരു ആരോപണം സ്വാഭാവികമായും ശാസ്ത്രീയ തെളിവുകളാണ് നിർണായകമാകുക. ബാക്കിയുള്ളത് പിന്നെ മൊഴികളാണ്. അതിനപ്പുറം ഈ ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി ശേഖരിക്കുന്നതിലോ അതല്ലെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഈ കേസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞ രക്തസാമ്പിളുകൾ അന്വേഷണ സംഘം പലയിടത്തേക്കും, എനിക്ക് തോന്നുന്നു ന്യൂഡൽഹി, ഹൈദരാബാദ് അനലിറ്റിക്കൽ ലാബുകളിലേക്കൊക്കെ അയച്ചിരുന്നതാണ്. പക്ഷേ അവിടെ ഈ പരിശോധനയ്ക്കുള്ള സൗകര്യമില്ല എന്ന അറിയിപ്പുകളൊക്കെ ആ കാലത്ത് ലഭിച്ചിരുന്നതാണ്. അങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാതെ പോവുകയാണോ എന്നൊരു പ്രാഥമിക വിലയിരുത്തലേക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് കടക്കാൻ കഴിയുമോ? തീർച്ചയായും ശാസ്ത്രീയമായി ഇത് തെളിയിക്കാൻ, ശാസ്ത്രീയ പിൻബലത്തിൽ ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് കോടതി വിലയിരുത്തുന്നത്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അന്ന് ഇത്രമാത്രം നമ്മുടെ ലാബോറട്ടറികൾ സജ്ജമായിരുന്നില്ല, സംസ്ഥാനത്താണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും. അതുകൊണ്ട് തന്നെ പരിശോധനകൾക്ക് പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവ് ഈ ഒപ്പമുണ്ടായിരുന്ന 2 മോഡലുകളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവരുപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളതായിരുന്നു ഈ കേസിൻ്റെ ഒരു ആധാരം. പക്ഷേ അന്ന് നിയമത്തിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ മൊബൈൽ ഫോണുകളിൽ മറ്റും പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ തെളിവുകളായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മിഡ് ഡേ ന്യൂസ് ആദ്യം പോയത്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.